ഒടുവിൽ BCCI ആ കടുത്ത തീരുമാനമെടുത്തു. പലതവണ പറഞ്ഞിട്ടും ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാത്ത താരങ്ങൾ പടിക്ക് പുറത്തായി. കഴിഞ്ഞ ലോകകപ്പ് കളിച്ച ഇഷാൻ കിഷനെയും ശ്രേയസ് അയ്യരിനെയും BCCI കരാറിൽ നിന്ന് ഒഴിവാക്കി. 4-5 ദിവസം നീണ്ടു നിൽക്കുന്ന ടെസ്റ്റ് ക്രിക്കറ്റ് വേണ്ട, 3 മണിക്കൂറിൽ അവസാനിക്കുന്ന T20 ക്രിക്കറ്റ് മതി. ഇഷാൻ കിഷനെയും ശ്രേയസ് അയ്യരിനെയും പോലുള്ള താരങ്ങളെ ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചത് ആരാണ്? IPL പ്രകടനം അടിസ്ഥാനപ്പെടുത്തി ഇന്ത്യൻ ടീം തെരഞ്ഞെടുപ്പ് നടത്തിയ BCCI തന്നെയല്ലേ അതിന് കാരണക്കാർ? മുമ്പ് ഇന്ത്യൻ ടീമിലേക്ക് എത്തണമെങ്കിൽ ഒരു താരത്തിന് ഒരുപാട് കടമ്പകൾ മുന്നിലുണ്ടായിരുന്നു. രഞ്ജി ട്രോഫി പോലുള്ള ആഭ്യന്തര ക്രിക്കറ്റിലെ പ്രകടനം നിർണായകമായിരുന്നു. എന്നാൽ ഏകദേശം 10 വർഷം മുമ്പ് ആ ട്രെൻഡിന് മാറ്റം വന്നു. IPL വെടിക്കെട്ട് ബാറ്റിംഗ് ഇന്ത്യൻ ടീമിലേക്കുള്ള പ്രവേശനവാതിലായി മാറി. വൈകിയാണെങ്കിലും ചെയ്തു പോയ തെറ്റ് BCCI തിരിച്ചറിഞ്ഞു. ദേശീയ ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെടുമ്പോൾ എല്ലാ താരങ്ങളും ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ചിരിക്കണം. സമീപകാലത്ത് ഇക്കാര്യം BCCI സെക്രട്ടറിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകനുമായ ജയ്ഷാ പലതവണ ആവർത്തിച്ചു പറഞ്ഞു. അതിനിടെ BCCI സെക്രട്ടറി എത്ര ക്രിക്കറ്റ് മത്സരങ്ങൾ കളിച്ചുവെന്ന് കായിക ലോകത്ത് നിന്ന് മറുചോദ്യവും ഉണ്ടാകുന്നു. രാഷ്ട്രീയ നേതാക്കൾ കൈയടക്കി വെച്ചിരിക്കുന്ന ക്രിക്കറ്റ് ബോർഡുകൾ, ഇന്ത്യൻ ടീം തെരഞ്ഞെടുപ്പിന് IPL മാനദണ്ഡമാക്കിയ BCCI ഒരു വർഷം ക്രിക്കറ്റ് കളിക്കുന്നതിനേക്കാൾ വലിയ തുക 2 മാസത്തിൽ താരങ്ങൾക്ക് നൽകുന്ന IPL. ടെസ്റ്റ് ക്രിക്കറ്റിലെ കഠിനാധ്വാനത്തേക്കാൾ IPL കളർഫുൾ ദിനങ്ങൾ ഇഷ്ടപ്പെടുന്ന യുവതാരങ്ങൾ. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അടിസ്ഥാന സ്വഭാവം ഇങ്ങനെ മാറിപ്പോയി. വർഷങ്ങൾക്ക് മുമ്പ് സച്ചിൻ തെണ്ടുൽക്കറും രാഹുൽ ദ്രാവിഡും സൗരവ് ഗാംഗുലിയും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മുഖമായിരുന്ന കാലം. ദേശീയ ടീമിൽ നിന്ന് ഒഴിവ് ലഭിക്കുമ്പോൾ അവർ ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ചിരുന്നു. ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ല, മറിച്ച് ഈ വിനോദത്തോടുള്ള അഭിനിവേശം കൊണ്ട് അവർ എന്നും സ്റ്റേഡിയങ്ങളിലേക്ക് എത്തിയിരുന്നു. 2007 പ്രഥമ T20 ലോകകപ്പ് വൻ വിജയമായി. പിന്നാലെ അന്നത്തെ BCCI വൈസ് പ്രസിഡന്റായിരുന്ന ലളിത് മോഡി T20 ക്രിക്കറ്റിന്റെ വാണിജ്യമുഖം അവതരിപ്പിച്ചു. T20 ക്രിക്കറ്റിനോട് വർദ്ധിച്ചു വരുന്ന ജനകീയത മുതലെടുക്കുകയായിരുന്നു ലക്ഷ്യം. രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ നിന്ന് IPL ടീമുകൾ നിലവിൽ വന്നു. കോടികൾ മുടക്കി മികച്ച താരങ്ങളെ ടീമുകൾ സ്വന്തമാക്കി. മധ്യവേനൽ അവധിക്കാലം ഇന്ത്യൻ ക്രിക്കറ്റിന് ഉത്സവകാലമായി. ആദ്യമൊന്നും IPL ഇന്ത്യൻ ദേശീയ ടീമിന്റെ തിരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തിയില്ല. എന്നാൽ പതിയെ IPL പ്രകടനം ദേശീയ ടീം തിരഞ്ഞെടുപ്പിന് നിർണായകമായി. ഇത് ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിലെ താരങ്ങളുടെ താൽപര്യം പിന്നോട്ടടിച്ചു. രഞ്ജിയിൽ മികച്ച റെക്കോർഡുണ്ടാക്കിയിട്ടും സർഫ്രാസ് ഖാനെ പോലെയുള്ള താരങ്ങൾക്ക് ദേശീയ ടീമിലേക്കുള്ള വിളി ഏറെ വൈകി. 1983 കപിൽ ദേവും സംഘവും ലോകകപ്പ് നേടുന്നത് വരെ ഇന്ത്യൻ ക്രിക്കറ്റിനെ ഏകീകരിക്കുന്ന ഒരു സംഘടന മാത്രമായിരുന്നു BCCI. എന്നാൽ അതിനുശേഷം ഇന്ത്യയിൽ ക്രിക്കറ്റിനോട് ജനകീയത വർദ്ധിച്ചു വന്നു. സച്ചിൻ തെണ്ടുൽക്കറിന്റെ വരവോടെ BCCIക്ക് ഒരു താരമൂല്യം ലഭിച്ചു. രാജ്യത്തെ ക്രിക്കറ്റ് ബോർഡുകളുടെ തലപ്പത്ത് വന്നവരിൽ ഭൂരിഭാഗവും കായിക മേഖലയിൽ നിന്നുള്ളവരല്ല. 2019 BCCI പ്രസിഡന്റായി ഇന്ത്യൻ മുൻ നായകൻ സൗരവ് ഗാംഗുലിയും സെക്രട്ടറിയായി ജയ്ഷായും എത്തി. 2022 കാലാവധി അവസാനിച്ച് ഗാംഗുലി പടിയിറങ്ങിയപ്പോൾ ജയ്ഷാ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. അന്നു മുതൽ BCCIയുടെ മുഖമാണ് അമിത്ഷായുടെ മകൻ. ഒപ്പം ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെയും പ്രസിഡന്റാണ് ജയ്ഷാ. അടുത്തത് ICC ചെയർമാൻ പദവിയെന്ന് പറയപ്പെടുന്നു. 4 വർഷത്തിനു ശേഷം ഏഷ്യ കപ്പ് ഏകദിന ഫോർമാറ്റിൽ നടത്തിയെന്നതാണ് ജയ്ഷായുടെ വലിയ നേട്ടങ്ങളിലൊന്ന്. ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിന് പ്രാധാന്യം നൽകുന്നയാൾ. അഫ്ഗാനിസ്ഥാനും നേപ്പാളും പോലെയുള്ള ഏഷ്യയിലെ ചെറു ടീമുകൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നയാൾ. ഒരു ക്രിക്കറ്റ് അഡ്മിനിസ്ട്രേറ്ററിൽ നിന്നും തന്ത്രശാലിയായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അടവുകൾ പയറ്റിത്തെളിയുകയാണ് ജയ്ഷാ. ഇത് ഇന്ത്യൻ ക്രിക്കറ്റിനെ എങ്ങനെ ബാധിക്കുമെന്നറിയാൻ കുറച്ച് കാത്തിരിക്കാം.